ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നൊയമ്പിന്റെ ഈ 5-ാം ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഒരു മനുഷ്യൻ ഒരു പുസ്തകശാലയിൽ പോയി. അവൻ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവൻ ആ രാജ്യത്തിന്റെ ഇംഗ്ലീഷ് ആക്സന്റ് പഠിക്കണമെന്നുണ്ടായിരുന്നു. അവൻ ലൈബ്രറിയനോട് ചോദിച്ചു, എനിക്ക് ആ രാജ്യത്തിന്റെ ഇംഗ്ലീഷ് ആക്സന്റ് പഠിക്കണം, എനിക്ക് പുസ്തകങ്ങൾ നിർദ്ദേശിക്കാമോ? ലൈബ്രറിയൻ നിരവധി പുസ്തകങ്ങൾ അവന് കൊടുത്തു. ഉച്ചാരണം, ശബ്ദശാസ്ത്രം, സംഭാഷണ രീതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. ആ മനുഷ്യൻ വീട്ടിൽ പോയി വളരെ പ്രയത്നത്തോടുകൂടെ അവയെല്ലാം പഠിച്ചു. മാസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ആ പുസ്തകശാലയിൽ തിരികെ വന്നു. എന്നാൽ അവന്റെ മുഖത്തൊരു നിരാശ. ലൈബ്രറിയൻ ചോദിച്ചു, എന്തു സംഭവിച്ചു? അവൻ പറഞ്ഞു, എനിക്ക് ഈ പുസ്തകങ്ങളെല്ലാം പഠിക്കാൻ കഴിഞ്ഞു. ഇത് തിരിച്ചും മറിച്ചും എനിക്കറിയാം. എന്നാൽ എനിക്കിപ്പോഴും ആ ആക്സന്റിൽ സംസാരിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ലൈബ്രറിയൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഇനിയും 1000 പുസ്തകങ്ങൾ കൂടെ തരാം. പക്ഷെ ആ ആക്സന്റ് പഠിക്കാൻ നിനക്ക് അവിടെയുള്ള ആളുകളോടൊപ്പം ജീവിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. അവരോടൊപ്പം സംസാരിക്കണം, അവരെ കേൾക്കണം, അവരോടൊപ്പം സമയം ചെലവഴിക്കണം. ഇതുപോലെ തന്നെയാണ് നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് പുസ്തകങ്ങൾ വായിക്കാം, പ്രസംഗങ്ങൾ കേൾക്കാം, വചനങ്ങൾ മനഃപ്പാഠമാക്കാം. എന്നാൽ അവനോടൊപ്പം സമയം ചെലവഴിക്കാതെ, അവനോടൊപ്പം സംസാരിക്കാതെ, അവന്റെ സാന്നിധ്യം അനുഭവിക്കാതെ നമുക്ക് അവനെ അറിയുവാൻ സാധിക്കുകയില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഇൻഫർമേഷൻ ഇസ് നോട്ട് നോളജ്, ദി ഓൺലി സോഴ്സ് ഓഫ് നോളജ് ഈസ് എക്സ്പീരിയൻസ്. യു നീഡ് എക്സ്പീരിയൻസ് ടു ഗെയിൻ വിസ്ഡം. വായിക്കുന്നതിലൂടെയോ കേൾക്കുന്നതിലൂടെയോ ലഭിക്കുന്നത് കേവലം വിവരങ്ങൾ മാത്രമാണ്. അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമായി പരീക്ഷിച്ച് അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ അറിവായി മാറുന്നത്. അറിവിന്റെ ഏക ഉറവിടം അനുഭവമാണ്. ഇന്ന് സഭയായി ചിന്തിക്കുന്ന ചിന്താവിഷയം ഊഷ്മള ബന്ധത്തിലേക്കുള്ള വിളി, എ കോൾ ഫോർ ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു അധ്യായമാണിത്. കർത്താവിന്റെ പ്രാർത്ഥന അഥവാ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായ പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്കതൊരു നിത്യപ്രവൃത്തിയായോ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ പറയുവാനുള്ള ഒരു ഇടമായോ ഒക്കെ ചിത്രീകരിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ മത്തായി 6-ൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരർത്ഥത്തിലാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു നിർദ്ദേശ സൂത്രമോ സ്ക്രിപ്റ്റോ കൊടുക്കുന്നില്ല. പകരം അവൻ അവരെ ദൈവത്തോടുള്ള ഒരു ഊഷ്മള ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നു. He is not giving his disciples a formula or a script to follow. Instead, he is showing them how to relate to God. He is inviting them for an intimate relationship with God. കർത്താവിൽ പ്രിയരെ, നമുക്കിന്ന് കർത്താവിന്റെ പ്രാർത്ഥനയിലൂടെ യേശു എങ്ങനെ നമ്മെ ദൈവവുമായിട്ടുള്ള ഊഷ്മള ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് ധ്യാനിക്കാം. ഒന്നാമതായി, ഇന്റിമസി ബിഗിൻസ് വിത്ത് ഐഡന്റിറ്റി. അടുപ്പം ആരംഭിക്കുന്നത് തിരിച്ചറിവോടുകൂടെയാണ്. മത്തായി 6:9 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇവിടെ കർത്താവിന്റെ പ്രാർത്ഥന ആവശ്യങ്ങളോടുകൂടെയല്ല തുടങ്ങുന്നത്, മറിച്ച് തിരിച്ചറിവോടുകൂടെയാണ്. നാം ദൈവത്തിന്റെ മുൻപിൽ അന്യരല്ല, അപേക്ഷികരല്ല, എന്നാൽ മക്കളാണ് എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ടാണ് യേശു നമ്മെ ദൈവമേ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്. ഇവിടെ യേശു ഉറപ്പുവരുത്തുന്നത് എന്തെന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം പെർഫോമൻസ് അഥവാ പ്രകടനത്തിലല്ല, എന്നാൽ പുത്രതയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവം നാം അവനെ ഭയത്തോടെ സമീപിക്കുവാനല്ല, പിതാവെന്ന ബന്ധത്തിന്റെ ആത്മവിശ്വാസത്തോടുകൂടെ സമീപിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി, ഇന്റിമസി ബാലൻസസ് റെവറൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഊഷ്മള ബന്ധം ബഹുമാനത്തെയും ബന്ധത്തെയും സമതുലിതമാക്കുന്നു. ദൈവം പിതാവാണ്, എന്നാൽ അവൻ വിശുദ്ധനുമാണ്.
ദൈവത്തോടുള്ള ബന്ധം ബന്ധമായി മാത്രം കാണുമ്പോൾ അതിൽ അശ്രദ്ധ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ യേശു പ്രാർത്ഥനയിൽ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ബന്ധം ആദരവിൽ വേരൂന്നിയതായിരിക്കണം എന്നതാണ്. ദൈവത്തെ വിശുദ്ധനായി മഹത്വമുള്ളവനായി കാണുമ്പോഴാണ് അവിടുത്തെ ഇഷ്ടത്തിന് കീഴടങ്ങുന്ന ഹൃദയം നമ്മിൽ ഉണ്ടാകുന്നത്. ആദരവില്ലാത്ത ബന്ധം അനുസരണയെ ക്ഷയിപ്പിക്കും. പക്ഷേ ഭക്തിയോടെ കാണുന്ന ബന്ധം അനുസരണയിലേക്ക് നയിക്കും. യേശു നമ്മെ വിളിക്കുന്നതും ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അനുസരണയിലേക്ക് നയിക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ്. മൂന്നാമതായി, ഇന്റിമസി അലൈൻസ് our hearts with God's will. ഊഷ്മള ബന്ധം നമ്മുടെ ഹൃദയങ്ങളെ ദൈവഹിതവുമായി യോജിപ്പിക്കുന്നു. Your kingdom come. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു നമ്മെ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടത്തോടു കൂടെ നമ്മുടെ ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളെ ഒത്തുചേർക്കുവാനായി അവൻ നമ്മെ വിളിക്കുന്നു. ദിസ് ഇസ് നോട്ട് എ പ്രെയർ ഓഫ് കൺട്രോൾ ബട്ട് എ പ്രെയർ ഓഫ് സറണ്ടർ. ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുമ്പോൾ നാം നമ്മുടെ പദ്ധതികൾക്ക് പ്രകാരമല്ല, മറിച്ച് അവന്റെ ആധിപത്യത്തിന് കീഴടങ്ങുകയാണ്. A heart that is truly close to God begins to want what God wants. നാലാമതായി, ഇന്റിമസി ഇൻവോൾവ്സ് ഡെയിലി ഡിപ്പെൻഡൻസ്. ദൈനംദിന ആശ്രിതത്വം ഉൾക്കൊള്ളുന്നതാണ് ഊഷ്മള ബന്ധം. Give us today our daily bread. ദൈവത്തോടുള്ള ബന്ധം ആത്മീയ സമർപ്പണത്തിൽ മാത്രമല്ല, ദിവസേനയുള്ള ആശ്രയത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു നമ്മെ പഠിപ്പിക്കുമ്പോൾ സ്ഥിരമായ ആശ്രയത്തിന്റെ ബന്ധത്തിലേക്കാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നത്. ഈ പ്രാർത്ഥന നമ്മുടെ സ്വന്തം പര്യാപ്തതയിൽ നിന്ന് മാറി പിതാവിനെ ആശ്രയിക്കുന്ന ഒരു മകന്റെ മനോഭാവത്തിലേക്ക് വരുവാനാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശാരീരികമായും മാനസികമായും ആത്മീകമായും എല്ലാ ആവശ്യങ്ങളും ദൈവത്തിന്റെ പക്കൽ നിന്നാണ് ലഭിക്കുന്നത് എന്നും ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ശക്തി തെളിയിക്കുമ്പോഴല്ല, ദിവസേന അവന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുമ്പോഴാണ് ദൈവവുമായുള്ള ബന്ധം വളരുന്നത്. ദൈവത്തോടുള്ള അടുത്ത ബന്ധം നിലനിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള അവനോടുള്ള നമ്മുടെ കോണ്ടാക്റ്റിലല്ല, ദിവസേനയുള്ള ആശ്രയത്തിലാണ്. അഞ്ചാമതായി, ഇന്റിമസി റിക്വയർസ് എ ക്ലീൻ ഹാർട്ട്. ഊഷ്മള ബന്ധത്തിന് ശുദ്ധമായ ഹൃദയം അനിവാര്യമാണ്. ഒരിക്കലും മറ്റുള്ളവരോട് പിണക്കവും ദേഷ്യവും വെറുപ്പും വഹിക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവത്തോടുള്ള യഥാർത്ഥ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ ശുദ്ധിയും ക്ഷമയും പ്രാധാന്യമാണെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. A heart that is open, repentant and forgiving becomes a dwelling place for God's presence. Only a clean heart can experience the fullness of closeness, trust and communion with Him. തുറന്ന പകയൊഴിഞ്ഞ ക്ഷമയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ ദൈവവുമായുള്ള പൂർണ്ണ ബന്ധം അനുഭവിക്കാനാകൂ. ആറാമതായി, ഇന്റിമസി സീക്സ് ഗോഡ്സ് പ്രൊട്ടക്ഷൻ. ഊഷ്മള ബന്ധം ദൈവത്തിന്റെ സംരക്ഷണം തേടുന്നു. ദൈവത്തോടുള്ള ബന്ധം വെറും അടുപ്പമോ വിശ്വാസമോ മാത്രമല്ല, അതിൽ അവന്റെ മാർഗനിർദ്ദേശത്തെയും സംരക്ഷണത്തെയും ആശ്രയിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം ദുർബലർ എന്നും നമുക്ക് ദൈവത്തിന്റെ സംരക്ഷണം ആവശ്യമാണെന്നും അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോടടുത്തിരിക്കുന്ന ഹൃദയം ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ സ്വയം നേരിടാമെന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് ഒഴിഞ്ഞ് പകരം ദൈവത്തിന്റെ ശക്തി, ജ്ഞാനം, അഭയം എന്നിവയിൽ ആശ്രയിക്കുന്നു. മൈക്ക് ഷ്മിറ്റ്സ് എന്ന ഒരു ജർമ്മൻ പുരോഹിതൻ ഇപ്രകാരം പറയുകയുണ്ടായി: Seek a relationship when you pray, not answers. You won't always find answers, but you will always find Jesus. പ്രാർത്ഥനയിൽ ഉത്തരങ്ങളല്ല, യേശുവുമായുള്ള ആത്മബന്ധമാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉത്തരങ്ങൾ ലഭിച്ചെന്ന് വരില്ല, എന്നാൽ യേശുവിനെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കണ്ടെത്തുവാൻ കഴിയും. ഈ നോയമ്പ് കാലത്ത് ഉത്തരങ്ങൾക്കായല്ല, എന്നാൽ യേശുവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.